റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബേപ്പൂരിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്കാണ് ഇപ്പോൾ ഭാരതത്തിന്റെ കരുത്തരായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. റോഡ് ഷോ ആവേശോജ്വലമായ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ മന്ദം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രവർത്തകർ ദേശഭക്തി ഗാനമൊക്കെ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇങ്ങനെ നടക്കുന്നതും നമുക്ക് തത്സമയം ജനം ടിവിയുടെ സ്ക്രീനിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു. കാരണം കേരളത്തിൽ ദേശീയ ബോധത്തിനും ദേശീയ ആവേശോജ്വലമായി പാടാനുള്ള ഗണഗീതങ്ങൾക്കും ദേശഭക്തി ഗാനങ്ങൾക്കൊക്കെ അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അവിടെയാണ് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിശക്തമായ ആവേശത്തോടുകൂടി പ്രവർത്തകർ ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അനഘ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അനഘ, പറയൂ, എത്രത്തോളം വലിയ ആവേശത്തിലാണ്? കാരണം ഈ ബേപ്പൂരിലെ ഓരോ മുക്കിലും ഈ ആവേശം നമുക്ക് കാണാൻ സാധിക്കും. കൈകൾ ഉയർത്തി അവരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അമിത്ഷയുടെ വാഹനം കടന്നു പോകുന്നത്. മണിക്കൂറുകളായി ഇവിടെ കാത്തുനിന്ന ആളുകൾക്ക് അവരുടെ മുഖത്ത് ആ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നേതാവിനെ ഈ ബേപ്പൂരിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരിക, ആ പ്രചരണം നടത്തുക, അത് വലിയ ആവേശമാണ് അണികളിലേക്ക് ഉണ്ടാക്കുക. ചെന്നൈ ആദ്യമേറെ അകപ്പടിയോടെ തന്നെയാണ് ഈ പ്രചരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വഴിനീളെയുള്ള ഈ ഒരു ജനക്കൂട്ടം അത് തന്നെയാണ് ഈ BJPക്ക് കോഴിക്കോട് ഉണ്ടാക്കുന്ന ഒരു ഉത്തേജത്തിന്റെ ആദ്യ സൂചന എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ സമയത്ത് ഈ ബേപ്പൂര് പോലൊരു സ്ഥലത്ത് ഇത്രയധികം ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം BJPക്ക് ആത്മവിശ്വാസം ഉയർത്തും എന്നത് പറയാൻ കഴിയുന്നതിലും അധികമാണ് എന്നതാണ്. ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരുപാട് പേര് ഈ വാഹനത്തിന് തൊട്ട് പ്രചരണ ജാഥ നടത്തുന്ന ഈ വാഹനത്തിന് തൊട്ട് മുന്നിലുണ്ട്. പുറകിലും ഇതേ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ട്. ആൾക്കൂട്ടത്തിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അമിത്ഷായുടെ വാഹനം ഇപ്പോൾ കടന്നു പോവുകയാണ്. ഏകദേശം അരക്കിണർ ഭാഗത്ത് നേരത്തെ തുടങ്ങിയ ഏകദേശം മുന്നോട്ട് അരക്കിണർ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എത്തിയതിനു ശേഷം അല്പസമയം ഈ പ്രവർത്തകരോട് അമിത്ഷാ സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആവേശം നിറച്ചുകൊണ്ട് പ്രവർത്തകർ വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രചരണത്തിലൂടെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കലെത്തി ഇങ്ങനെ ഒരു നേതാവ്, അമിത്ഷായെ പോലൊരു നേതാവ് കോഴിക്കോട് എത്തുന്നു. അഡ്വക്കേറ്റ് പ്രകാശ് ബേപ്പൂരിലെ NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന്റെ പ്രചരണത്തിൽ പങ്കെടുക്കുന്നു. ഈ രീതിയിൽ കോഴിക്കോടിനെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് ജനസാഗരങ്ങൾ പങ്കെടുത്ത ഒരു പ്രചരണ റാലി സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എതിരാളികൾക്ക് പോലും നെഞ്ചെടുപ്പുണ്ടാക്കുന്ന രീതിയിലാണ് BJPയുടെ പ്രചരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാവിക്കടലായി ബേപ്പൂരിന്റെ മണ്ണ് മാറുകയാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ആ മണ്ണിപ്പോൾ കാവിക്കടലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ജനക്കൂട്ടം ഈ റോഡ് ഷോയുടെ വിജയം തന്നെയാണ് എന്നുള്ളതാണ്. ഈ റോഡിനെ ഇരുവശത്തും കാത്തു നിൽക്കുന്നവരെ കൈ കാണിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുന്നോട്ട് പോകുന്നത്. വലിയ പിന്തുണയും അത് BJPക്ക് ഇവിടെ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സൂചന കൂടിയാണ്. ബേപ്പൂര് വലിയ സ്വാധീനം മുമ്പ് BJPക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ബേപ്പൂരിൽ ഇങ്ങനെ ബേപ്പൂരിന്റെ മണ്ണിനെ മാറ്റിയെടുക്കാൻ BJP പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇങ്ങനെ ബേപ്പൂർ അണക്കിണർ ഭാഗത്തൊക്കെ തന്നെ ഇത്രയധികം ആളുകൾ ഒരു റോഡ് റാലിയിൽ പങ്കെടുക്കുന്നു. അമിത്ഷായെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പൊടുവിൽ അമിത്ഷാ എത്തുന്നു. ഈ കയ്യടിയോടു കൂടിയാണ് പ്രവർത്തകർ അമിത്ഷായെ കാത്തിരിപ്പോൾ ഈ വാഹനം ഈ പ്രചരണ ജാഥയുടെ വാഹനം ഇപ്പോൾ ഏകദേശം പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ബേപ്പൂരിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് അരക്കിണർ ഭാഗത്തൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി അല്പം കൂടി മാത്രമാണ് ഈ റോഡ് ഷോ ഉള്ളത്. അതിനുശേഷം ഇവിടെ ബിൽമ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്ത് ഈ റോഡ് ഷോ അവസാനിക്കും എന്നാണ്. അപ്പോൾ പോലും ഈ എങ്ങനെയാണോ തുടങ്ങിയത് ആ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇത് അവസാനിക്കുന്നത് വരെ പ്രവർത്തകരുടെ ആവേശത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ
ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റോഡിന് ഇരുവശത്തു നിന്നും പ്രവർത്തകർ അമിത്ഷായെ നോക്കി കൈ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് BJP പ്രവർത്തകർ മാത്രമല്ല, ഈ നാട്ടിലെ ആളുകളും ഇതറിഞ്ഞ് ഓവിടേക്ക് ഓടിയെത്തുന്നുണ്ട്. വന്നിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ വേളയിലല്ലാതെ മറ്റൊരു വേളയിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഈ നിമിഷം ഇങ്ങോട്ടേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുന്നത്. റോഡിന് ഇരുവശത്തുമുള്ള ആളുകളെ കൈ കാണിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വാഹന പ്രചരണ ജാഥ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു താമരക്കടലായി ബേപ്പൂർ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കുട്ടികളും സ്ത്രീകളും ഒക്കെ ഈ പ്രചരണ ജാഥയിലുണ്ട്. ഈ വാഹന വ്യൂഹത്തിന് തൊട്ടരികിൽ നിന്നുകൊണ്ട് കൈ കാണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പ്രചരണ ജാഥയ്ക്ക് ആവേശം പകർന്നുകൊണ്ട് പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. എസികൾക്ക് അപ് ടു 50% ഡിസ്കൗണ്ടുമായി ഗോപു നദിര ജീവ ചില്ലാക്സ് ഓഫർ, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ, 0% ഡൗൺ പേയ്മെന്റ് ആൻഡ് 0%